ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അപ്പോഴും സുജീത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ കാണുന്ന ഈ ഒരു പാറക്കെട്ടിൻ്റെ മുകളിലാട്ടോ. നല്ല സൺലൈറ്റ് അവിടെ നിന്ന് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താട്ടോ ഞാൻ പോകുന്നത്. ഇതെവിടെ സ്ഥലം എന്ന് മനസ്സിലായോ? സ്ഥലം കാണിച്ചാൽ നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ട പോലെ തന്നെ ഇപ്പോൾ ഒരു പാറക്കെട്ടാട്ടോ ഇവിടെ കാണുന്നത്. ഫുള്ള് പാറയാണ്. അതാണ് കേട്ടോ മേരാങ്കട്ട് ഫോർട്ട്. മേരാങ്കട്ട് ഫോർട്ടും ഇവിടെ സൂര്യനെ നമുക്ക് കാണാം. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ജശ്വന്ത് താടാന്ന് പറഞ്ഞിട്ട് ഈ ഒരു വൈറ്റ് ലൈൻ കണ്ടില്ലേ, ഒരു സ്തൂപം കണ്ടില്ല, ഇവിടത്തേക്കാണ് പോകുന്നത്. ഇത്രയും ഏരിയ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. കൂടുതലായിട്ടും ഞാൻ എന്താ സംഭവം എന്ന് പറയാം, ഞാൻ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ലൈവ് ഓഡിയോ ആണ് കൂടുതൽ എടുക്കുന്നത്. ലൈവായിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഇവർ ഈ ടൂറിസ്റ്റ് ഏരിയയിൽ വീഡിയോ എടുക്കാൻ അവർ അനുവദിക്കാറില്ല. നമുക്ക് വീഡിയോ എടുക്കാൻ പ്രശ്നമില്ല, മൈക്കും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് എടുക്കാം. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടാണെന്ന് അറിയില്ല. അത് ചിലപ്പോൾ റൂളായിരിക്കും. വ്ളോഗ് എടുക്കുന്നവരാരും ഡിസ്റ്റർബ് ചെയ്യാതെ അങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നതാണ്. അതുകൊണ്ട് ഞാനും വിചാരിച്ചെന്നാൽ പിന്നെ വ്ളോഗായിട്ട് ചെയ്യേണ്ട, ഫുൾ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓരോന്നോരോന്നായി പറഞ്ഞു തരാം. അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് വിചാരിക്കുന്നു. വോയിസും ക്ലിയർ ഉണ്ടാവും. ലൈവ് വോയിസിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഇൻട്രോ മാത്രം ഞാൻ ഇങ്ങനെ മാറി നിന്ന് എടുക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കണ്ടില്ലേ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെയാണ് കേട്ടോ. എന്താണെന്ന് കണ്ടിട്ട് മനസ്സിലായോ? കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ഉമേദ് പാലസ് ആണ് കേട്ടോ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ജശ്വന്ത് താഴെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ പാലസ് കാണാൻ പറ്റും. ഇവിടെ മേരാങ്കട്ട് ഫോർട്ടും കാണും. ഇതാ ഈ കാണുന്നത് കേട്ടോ ജോധ്പൂർ എന്ന് പറയും. ജോധ്പൂർ നോക്കി ഒരു പൊടി ഇട്ട് കഴിഞ്ഞാൽ താഴെ പോകാത്ത അത്രയും തരത്തിലാണ് ഈ കാണുന്നത്. എന്ത് ഭംഗിയെന്ന് പറയാം, ഫുൾ ഏരിയ. ഞാൻ ബ്ലോഗ് ചെയ്യുമ്പോൾ ആരുമില്ലല്ലോ, ഇവിടെ ഒരാളുടെ ആയിരിക്കും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവൻ ചെയ്യുന്നത് നോക്കിയിട്ടെ. ഇത്രയും പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ കണ്ടില്ലേ, അവിടെ ഒരു കുതിരയൊക്കെ ഉണ്ടോ? ഞാൻ ഇവിടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ബാബ രാംദേവ് കുതിരപ്പുറത്ത് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? ആ വീഡിയോയിലും ബാബ രാംദേവ് വരുന്നത് കുതിരപ്പുറത്താണ്. പക്ഷേ ഈ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ബാബ രാംദേവ് അല്ല, അത് മറ്റെന്തോ ആണ്. അതിൻ്റെ പേര് കാര്യങ്ങൾ ഞാൻ മറന്നുപോയി. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോയിൽ കാണിച്ചിട്ട് കേട്ടോ. ആ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് ഒരു കോർണറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെയാണ്, കണ്ടില്ലേ? ഇവിടെ ഒരു ടെമ്പിൾ കാര്യങ്ങളുണ്ട് കണ്ടോ, അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നേരെ നിങ്ങൾ വീഡിയോ ഒന്ന് കാണുക, മുഴുവനായിട്ടും കാണുക. ഈ കാണുന്നതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ട ആ ഒരു റോക്ക് ഡെസേർട്ട് പാർക്കില്ലേ, ആ ഒരു ഏരിയ ആണ് ഇതൊക്കെ കേട്ടോ. ഇവിടെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരുപാട് വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോന്നോരോന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. പഴയ വീഡിയോ കാണാത്തവരുണ്ട്. പഴയ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് വീഡിയോസ് കാണുക കേട്ടോ. നിങ്ങൾ പഴയ വീഡിയോസ് ഒന്ന് കാണാതിന് ശേഷം ഇത് കാണുക. അതുകൊണ്ടാണ് ഞാൻ മേരാങ്കട്ട് ആ കാര്യങ്ങളൊക്കെ പാലസൊക്കെ ഉമേദ് പാലസൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. 185ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. 1899 നിർമ്മിച്ച ഒരു ശവകുടീരമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതാണ് ജശ്വന്ത് താട എന്ന് പറയുന്നത്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു താജ്മഹൽ പോലെ മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ശരിക്കും പറഞ്ഞാൽ താജ്മഹൽ എന്നൊരു പേരും കൂടി ഈ ഒരു ജശ്വന്ത് താടയ്ക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന മാർബിളൊക്കെ എന്ന് പറയുന്നത് മക്രാന ഇനത്തിൽപ്പെട്ട മാർബിളാണ്. രാജസ്ഥാനിൽ കൂടുതലായിട്ട് കിട്ടുന്ന ഒരു മാർബിളും കൂടിയാണ്. അതിൻ്റെ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ കാണേണ്ട കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ എന്ത് ഭംഗിയാണെന്ന് അറിയോ. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് വരാം. ഈ കാണുന്ന കേട്ടോ പാർക്കിംഗ് ഏരിയ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വലിയൊരു ഏരിയ ആണ്. ബസ്സിന് പ്രത്യേകം പിന്നെ ബൈക്കിനും കാര്യങ്ങൾക്ക് പ്രത്യേക സ്ഥലം തന്നെ കൊടുത്തിട്ടുണ്ട്. 20 രൂപയാണ് പാർക്കിംഗ് ചാർജ് ഈടാക്കുന്നത്. അതുകൊണ്ട് പാർക്കിംഗ് കാര്യത്തിൽ ഒരു പ്രശ്നമേ വരുന്നില്ല. ഈ കാണുന്നത് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ്. 30 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അതിനുശേഷം ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് നേരെ ഈ കാണുന്ന വഴിയിൽ ഉള്ളിലേക്ക് പോകാം. ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം കാണുന്ന ഇങ്ങനെയൊരു സ്ഥലമായിരിക്കും കേട്ടോ. കല്ല് പതിപ്പിച്ചൊരു സ്ഥലമാണ് കാണുന്നുണ്ടാവുക. അതിൻ്റെ ഇടതുവശത്തായിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു തടാകമുണ്ട്. തടാകം എന്ന് പറഞ്ഞാൽ വലിയ ആഴങ്ങളൊന്നുമില്ല, ഒരു 4 മീറ്റർ 5 മീറ്റർ താഴ്ച മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ റിസ്ക് ആണ്. പ്രത്യേകം അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പോയി കഴിഞ്ഞാൽ അതിനുള്ള പണിഷ്മെൻറ്റും കാര്യങ്ങളും കിട്ടും. അവിടെ സെക്യൂരിറ്റീസും ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നവർ അവിടെ ശ്രമിക്കാതിരിക്കുക. അതുപോലെ തന്നെ കൊണ്ടില്ലേ നോ സ്വിമ്മിങ് നോ ഡൈവിംഗ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ, അതെന്ന് പറയുന്നത് തന്നെ അവിടെ റിസ്ക് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും കാണുന്ന പോലെ തന്നെ കണ്ടില്ലേ, കോഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം സെൽഫി സ്റ്റിക്കോ ജമ്പിങ്ങും കാര്യങ്ങളൊന്നും അലൗഡല്ല. അതാണ് മെയിൻ കാര്യം. പ്രത്യേകിച്ച് സേഫ്റ്റി കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കാണുന്ന ഈ കല്ലിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും രാജസ്ഥാനിൽ കാണുന്ന കല്ലുകളാണിത്. ഈ ഒരു ജശ്വന്ത് താടയുടെ പുറത്തുമായിട്ട് കാണുന്നത് ഈ ഒരു കല്ലും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ ഈ ഒരു കണ്ടില്ലേ, ഇങ്ങനെ പരമ്പരാഗതമായ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യുന്ന ആൾക്കാരെയും കാണാൻ പറ്റും നമുക്ക്. അതെല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും കാണാൻ പറ്റും. പ്രത്യേകിച്ച് രാജസ്ഥാൻ്റെ ഒരു സ്റ്റൈലും കൂടിയാണ്. അതാണ് ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ. ആൾക്കാരൊക്കെ ഫോട്ടോസ് എടുക്കുന്നു. അതുപോലെ തന്നെ പോകുന്ന ഒരു പാത കണ്ടില്ല, ഫുള്ള് കല്ലുകളാണ്. ഇത് കണ്ടില്ല, റെഡ് സ്റ്റോണും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ.
മാർബിൾ ഉള്ളിൽ മാത്രമാണ്, പുറത്ത് കാണുന്നത് മൊത്തം റെഡ് സ്റ്റോണും കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഈ റെഡ് കാണുന്നത്. പിന്നെ ഉള്ളിൽ ഒരുപാട് ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ കുറേ നേരം ഇരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കയറുന്ന വശത്ത് തന്നെ ഇടത്ത് വശത്തായിട്ട് ഇതുപോലെ മാർബിളിൻ്റെ ഒരു ശവകുടീരം കാണാം. അതുപോലെ തന്നെ 3-4 ശവകുടീരം ഉണ്ട് കേട്ടോ. ഈ മെയിൻ കാണുന്നതാണ് മെയിൻ ശവകുടീരം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്നു, കണ്ടില്ല ആ ഒരു ഭംഗിയുണ്ടോ? ഞാൻ ഒരു ക്യാമറ ദൂരെ നിന്ന് വെച്ച് എടുത്തതാണ്, എന്ത് ഭംഗിയാണെന്ന് നോക്കും. ഒരുപാട് നേരം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. 1899 നിർമ്മിച്ചതാണ് ഈ ഒരു ശവകുടീരം എന്ന് പറയുന്നത്. അവിടെ ഒരു ജസ്വന്ത് സിംഗ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ നിർമ്മിച്ചാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ഒരു മേരാങ്കട്ട് ഫോർട്ട് കാണാം. അതിൻ്റെ ഒരു ഭംഗി നോക്കും. ഈവനിങ് സമയമാണ്, സൂര്യൻ്റെ വെളിച്ചവും അതുപോലെ തന്നെ ആ ഒരു മേരാങ്കട്ട് ഫോർട്ടും. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ശവകുടീരവും ഈ ഒരു ഫുൾ ഏരിയ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ല എന്ത് ഭംഗിയാന്ന് പറയും. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഷൈനിങ് ഉള്ള മാർബിളാണ് എല്ലായിടത്തും. എന്താ സംഭവം എന്ന് പറയുമോ? ഈ സൂര്യൻ്റെ വെളിച്ചം അടിക്കുന്നതും ഒപ്പം തന്നെ അന്നത്തെ വർക്കേഴ്സ് എന്താ ചെയ്തതെന്ന് അറിയോ? ഇത് കൂടുതലായിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ ഷൈനിങ് ആയിട്ട് ഇങ്ങനെ കാണുന്നത്. പിന്നെ അവിടെ ഞാൻ ഇരുന്നിട്ട് കണ്ടില്ല എന്ത് ഭംഗിയാന്ന് പറയും. ഇങ്ങനെ ഷോട്ട് ചെയ്യാൻ എടുത്താണ് ആൾക്കാർ ഇങ്ങനെ പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടേ. ആ ഒരു സൺലൈറ്റ് ഈവനിങ് ആട്ടോ, നല്ല രസം വന്ന് കാണാൻ വേണ്ടിയിട്ട്. ഈവനിങ് 5 മണി വരെ ഉള്ളൂ. 5 മണിക്ക് ശേഷം അവർ ക്ലോസ് ആക്കുക. അതുകൊണ്ട് പോകുന്നവരുണ്ടെങ്കിലും 5 മണിക്ക് മുന്നേ പോയിട്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിൽ കയറിയതിന് ശേഷം ഒരു 6 മണി 6:30 ആ സമയത്ത് നിങ്ങൾക്ക് തിരിച്ചിറങ്ങാം. 5 മണി ശ്രദ്ധിക്കുക, അതാണ് മാക്സിമം ടൈം എന്ന് പറയുന്നത്. പിന്നെ അത് ഞാൻ കുറേ ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഞാൻ ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. ഇത് അറിയപ്പെടുന്നത് മാർവാഡിലെ താജ്മഹൽ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. രാജസ്ഥാൻ മാർവാഡ് എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ മുംബൈയിലൊക്കെ കേട്ടിട്ടില്ലേ? മുംബൈയിൽ മാർവാടികളില്ലേ? മുമ്പിൽ മറാഠികൾ. ആ മറാഠികളെ പോലെ തന്നെ ഈ രാജസ്ഥാനിലെ മാർവാഡ് എന്ന് പറയും, മാർവാടികൾ എന്നൊക്കെ പറയില്ലേ, അതാണ്. കണ്ടോ എന്ത് ഭംഗി, ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറേ ഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര ഷോട്ട് എടുക്കാൻ പറ്റും അത്രയും ഞാൻ ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഭംഗി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഒരുപാട് പേര് ഇങ്ങനെ ഇരിക്കുന്നു, എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പ് കയറി ഞാൻ ഇങ്ങനെ പോയി. ഇതൊക്കെ കാണുന്നത് റെഡ് സ്റ്റോൺ ആണ് കേട്ടോ. ഇതൊക്കെ ക്രിയേറ്റഡ് പുതുതായിട്ട് ഉണ്ടാക്കിയാണ്. മറ്റ് മാർബിളൊക്കെ പഴയ തന്നെയാണ്. ആലോചിച്ച് 1899 നിർമ്മിച്ച് പറയുമ്പോഴത്തേക്ക് അന്നത്തെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ആലോചിച്ചുമാണ്. കണ്ടില്ല എല്ലാം അവർ നിർമ്മിച്ച മാർബിളാണ്, പ്യുവർ മാർബിളാണ്. മക്രാനി എന്ന് പറഞ്ഞ ഐറ്റത്തിൽപ്പെടുന്നൊരു മാർബിളാണ്. കണ്ടോ ആ ഒരു ഫ്ലോറും കാര്യങ്ങളൊക്കെ കണ്ടില്ല, എല്ലാം മാർബിളാണ്. നേരെ ഞാൻ മുന്നോട്ടേക്ക് പോവാണ്. ഇപ്പം നേരെ ഞാൻ പോകുന്നതെന്ന് പറയുന്നത് ഒറിജിനലായിട്ടുള്ള ആ ഒരു ശവകുടീരമാണ്. ഒരുപാട് ശവകുടീരമുണ്ട്, ചെറിയ ചെറിയ ശവകുടീരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ പോകുന്നത് മെയിനാണ്. കണ്ടില്ലേ, നേരെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. ഞാനത് മെല്ലെ മെല്ലെ ഓരോന്ന് കാണിച്ചു തരികയാണ്. എല്ലാവരും ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്നതാണ്. ഈ ഒരു കളർ കണ്ടില്ലേ, ഒരു യെല്ലോയിഷ് കളർ കണ്ടില്ലേ, ഒരു മഞ്ഞ കളർ കണ്ടോ? മഞ്ഞ എന്ന് പറയുന്നത് ഈ സൺലൈറ്റ് കൊണ്ടാണ്. ഗാർഡനൊക്കെ കണ്ടില്ലേ, ഈ സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്നതുകൊണ്ടാണ് ഒരു യെല്ലോയിഷ് കളർ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്യുവർ വൈറ്റ് ആണ്. ഞാനത് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ സെഷന് വേണ്ടി മാത്രമാണ്. ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് സൈഡ് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഇൻസൈഡിൽ അവർ അലോ ചെയ്യില്ല. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. നേരെ ഉള്ളിലേക്ക് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. ഒരു ഫോട്ടോസും കുറച്ച് എന്തൊക്കെയോ അവരുടെ ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അവിടേക്ക് വീഡിയോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് പോകുന്നില്ല. കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല ശവകുടീരങ്ങൾ മറ്റുണ്ടെന്ന് പറയില്ല. അത് ഈ താഴെ കാണുന്ന ശവകുടീരമാണ്. ഒരു ചെറിയൊരു പാർക്ക് പോലെയുണ്ട് അവിടെ. കണ്ടില്ല 1, 2, 3 അങ്ങനെ കണ്ടില്ലേ, അതൊക്കെ മറ്റ് ശവകുടീരങ്ങളാണ്. പല പല പേരുകളുണ്ട്, അതൊന്നും ഞാൻ കാര്യമായിട്ട് കാണിച്ചിട്ടില്ല. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ല, ശരിക്കും ഒരു അന്നത്തെ കാലത്തെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. വീഡിയോയിൽ എത്രമാത്രം ക്ലാരിറ്റിയും കാര്യങ്ങളുണ്ടെന്ന് അറിയില്ല. നേരിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് കണ്ടു നോക്കും. ഞാൻ അടുത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു പോളിഷും കാര്യങ്ങളൊക്കെ കണ്ടില്ല, അടുത്ത് എത്തുന്തോറും അതിൻ്റെ ഒരു കളർ ഇങ്ങനെ വൈറ്റായിട്ട് വരുന്നുണ്ടോ. പ്യുവർ വൈറ്റാണ്. നോക്കുക, അന്നത്തെ കാലത്തെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ആ വർഷം കേട്ടോ, 1899 ആലോചിച്ച് നോക്കുക. ഇപ്പോഴും ആ ഒരു ഭംഗിക്ക് ഒരു കുറവുമില്ല. കണ്ടില്ലേ, ആ ഡിസൈനും കാര്യങ്ങളൊക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കൂ. ആ ഒരു ജോയിൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ല, ഫുള്ള് മാർബിളാണ്. ആലോചിച്ച് നോക്കുക, അന്നത്തെ വർക്കേഴ്സ് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പം നേരെ എൻ്റെ ചുറ്റും നമുക്ക് നടക്കാൻ പറ്റും കേട്ടോ. നടന്ന് നമുക്ക് കാണാൻ പറ്റും. മെയിനായിട്ട് ആൾക്കാർ വരുന്ന ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടും വീഡിയോസ് എടുക്കാൻ വേണ്ടി മാത്രമാണ്. ആരും പ്രത്യേകിച്ച് ചരിത്രവും കാര്യങ്ങളൊക്കെ ആർക്കും അറിയുന്നുണ്ടാവില്ല. ഞാനവിടെ എത്തുന്നത് വരെ എനിക്കിത് ഒരു ശവകുടീരാണെന്നോ അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് അങ്ങനെ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ജസ്റ്റ് ഹിസ്റ്ററിയൊക്കെ ഒന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ ഏരിയ മുഴുവൻ കണ്ടില്ലേ, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോക്സ് ഡെസേർട്ട് ഏരിയ നേരത്തെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു.
ഈ കാണുന്ന കൈവരിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടാക്കിയാണെന്നാണ് തോന്നുന്നത്. കാര്യം അത് വലിയ പഴമയും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. ഒരു ജനലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഒരു ജനലിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നവർ ആലോചിച്ച് നോക്കുക. ഇത് ബാക്ക് സൈഡ് കേട്ടോ. ബാക്ക് സൈഡ് നമുക്കിങ്ങനെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഭംഗി. ഇവിടെ തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ. ഇവിടെയാണ് ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോകേണ്ടത്. നമ്മൾ ശവകുടീരം കാണാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നുമില്ല. പക്ഷേ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടുമില്ല. അത് നിങ്ങൾ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ കാണുന്നതായിരിക്കും നല്ലത്. കണ്ടില്ലേ, ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ ഷൂ ഒക്കെ പുറത്ത് അഴിച്ചു വെച്ച് വേണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നേരെ താഴെയുള്ള നേരത്തെ കാണിച്ച ആ ഒരു 3 ശവകുടീരം കാണാൻ വേണ്ടി താഴേക്ക് പോകാൻ വേണ്ടി പോവാണ്. നേരെ താഴേക്ക് പോകാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയ സമയത്ത് കണ്ടില്ലേ, ഇതുപോലെ കല്ല് പതിപ്പിച്ച ഒരു പാതയുണ്ട്. അതിൽ മെല്ലെ മെല്ലെ ഞങ്ങൾ നടന്നു പോവാണ്. എൻ്റെ മുന്നിൽ കാണുന്ന ഫോറിനേഴ്സാണ്. ഫോറിനേഴ്സിന് ഇതൊരു വലിയൊരു അനുഭവമായിരിക്കും. പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്ന രാജസ്ഥാനിന് പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് രാജസ്ഥാൻ ഒരു പ്രത്യേക സംഭവം തന്നെയാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ മുന്നിൽ കാണുന്ന യെല്ലോ ഇട്ട് കണ്ടില്ലേ, ഒരു ഫോറിനറാണ്. അവരെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അവർ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കണ്ടില്ലേ, അധികം ആളും വന്നിട്ട് ഇവിടെയാണ് വന്നിരിക്കുന്നത്. അധികം സൺലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ആ പാർക്കിൽ വന്ന് ഇരുന്ന് കളിക്കാൻ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടല്ലേ. എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ താജ്മഹൽ തന്നെ കണ്ടില്ലേ. അതുകൊണ്ടാണ് മാർവാടിലെ താജ്മഹൽ എന്ന് അവർ വിളിക്കുന്നത്. മാർബിൾ ആയതുകൊണ്ടാണ്. കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കൂ. ആ ഒരു ഭംഗി ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ ഞാൻ പരിചയപ്പെട്ടു കേട്ടോ. അവർ പേര് ഞാൻ മറന്നുപോയി. ആക്ച്വലി ഇവർ പോപ്പ് സിംഗറാണ് കേട്ടോ. ഫേമസ് ആയിട്ടുള്ള പോപ്പ് സിംഗറാണ്. ഈ ഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ അവരെന്നോട് ചോദിച്ചു വ്ളോഗറാണോ എന്ന് ചോദിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഉണ്ട്. അവരും വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ലാംഗ്വേജ് മനസ്സിലാവുമെന്ന് അറിയില്ല, എന്നാലും അവർക്ക് വീഡിയോ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫോട്ടോസ് എടുത്താണ് അവർ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ജോധ്പൂർ എന്ന് പറയുന്നത് നമ്മൾ എത്ര വീഡിയോ ചെയ്താലും തീരെ അത്രയും വീഡിയോ ചെയ്യാൻ മാത്രം ഉള്ള സ്ഥലങ്ങളാണ്. ഇനി ഒരുപാട് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു വലിയ കാര്യം എന്ന് പറയുന്നത്. നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇത്രയുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതിലേക്കും ബൈ ബൈ.